നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് കൊറോണ വൈറസ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ ദുരന്തത്തെ നേരിടാൻ കർശന നിയന്ത്രണങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ മലയാളികളടക്കമുള്ള പ്രവാസികൾ കടുത്ത ആശങ്കയിലും അനിശ്ചിതത്വത്തിലുമാണ്. പലയിടങ്ങളിലും യാത്രകളിലും നിയന്ത്രണം വന്നുകൊണ്ടിരിക്കുകയാണ്. ചില രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. യാത്ര ചെയ്യണമെങ്കിൽ ചില രാജ്യങ്ങൾ രോഗമില്ലെന്ന സർട്ടിഫിക്കറ്റുകളും ആവശ്യപ്പെടുന്നുണ്ട്. ഇത് പ്രവാസികളെയും യാത്രക്കാരെയും അവതാളത്തിലാക്കിയിരിക്കുകയാണ്. രാജ്യത്തേക്കുള്ള ടൂറിസ്റ്റ് വിസകൾ നിർത്തിവെച്ചു. ഇതുകൂടാതെ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് പാസ്പോർട്ടിന് പകരം ID കാർഡ് ഉപയോഗിച്ചുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരാൻ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമോ എന്നതാണ് പ്രവാസികൾക്കിടയിലെ പ്രധാന ആശങ്ക. അതിനിടെയാണ് യാത്ര ചെയ്യണമെങ്കിൽ രോഗമില്ലെന്ന സർട്ടിഫിക്കറ്റും കയ്യിൽ വേണമെന്ന കുവൈറ്റിന്റെ ആവശ്യപ്പെടലും രംഗത്തെത്തിയത്. കുവൈറ്റ് ഇപ്പോൾ മുന്നോട്ട് വച്ച ഉപാധി മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമോ എന്ന ആശങ്കയാണ് പ്രവാസികളിൽ ഇപ്പോൾ ഏറെയും ഉന്നയിക്കുന്നത്. മാർച്ച് 8 മുതലാണ് രോഗമില്ലെന്ന സർട്ടിഫിക്കറ്റിനായി കുവൈറ്റ് വ്യവസ്ഥ വച്ചിരിക്കുന്നത്. അതത് രാജ്യത്തെ കുവൈറ്റ് എംബസികളുടെ അംഗീകൃത വൈദ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം വേണമെന്നാണ് വ്യവസ്ഥ. നാട്ടിൽ നിന്ന് വൈറസ് ബാധയില്ലെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ലഭിക്കുന്നതിന് യാത്രക്കാർക്കേറെ കടമ്പകൾ കടക്കേണ്ടി വരും. വിസയുടെ കാലാവധി തീരാനായവരും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കേണ്ടവരുമെല്ലാം പുതിയ വ്യവസ്ഥ വന്നതോടെ ആകെ അവതാളത്തിലായിരിക്കുകയാണ്. യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ വിമാന സർവീസുകൾ റദ്ദാക്കിയും വിമാനത്താവളങ്ങളിൽ കർശന പരിശോധനാ സംവിധാനങ്ങൾ നടപ്പാക്കിയും സംഗീത നിശകൾ അടക്കമുള്ള പൊതുപരിപാടികൾ റദ്ദാക്കിയും സ്കൂളുകൾക്ക് അവധി നൽകിയും ആരാധനാലയങ്ങളിലെ ചടങ്ങുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയുമാണ് ഗൾഫ് രാജ്യങ്ങൾ കടുത്ത നിയന്ത്രണത്തിലേക്ക് കടന്നത്. സൗദി അറേബ്യ ഉംറ തീർത്ഥാടനത്തിന് താൽക്കാലികമായി വിലക്കും ഏർപ്പെടുത്തി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.